കാണുന്നുണ്ടാവുമല്ലോ? ആസ് യൂഷ്വൽ എല്ലാവരും എഴുതിക്കോളൂ. കാണുന്നുണ്ട്. ഓക്കെ, ഇന്ന് 6-ാം ദിവസം, അതായത് നമ്മുടെ കണക്കനുസരിച്ച് ചാപ്റ്റർ 5 ഗ്രീൻ ഫാമിലി. ഗ്രീൻ ഫാമിലി എന്ന് പറയുമ്പോൾ നാളെ മുതൽ എല്ലാവരും ഇങ്ങനെ പ്രകൃതി ജീവന കുടുംബങ്ങളായിട്ട് മാറുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. പ്രകൃതി ജീവനത്തിന്റെ വഴി പോയിട്ട് പ്രകൃതിക്കകത്തിരിക്കുന്ന നമ്മൾ എത്രത്തോളം ഹരിതമാകുന്നു എന്നതിന്റെ സൂചനയാണിത്. ജീവിതത്തെ ഏറ്റവും ഹരിതമാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരു പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ പ്രകൃതി ജീവനത്തോടോ അല്ലെങ്കിൽ ഹരിത ജീവിതത്തോടോ ഒന്നും വലിയ പരിചയമില്ലാത്ത ആളുകൾക്ക് തോന്നാം കടമ്പയാണ്. അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് കയറുന്നില്ല. ഹരിത ദിശയിലേക്ക്, ഹരിതധാരയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഭൂമിയുടെ ഹരിതാഭ എന്ന് പറയുന്നത് അതിന്റെ ശാന്തിയും അതിന്റെ ആർദ്രതയും അതിന്റെ നന്മയും ഒക്കെ പേറുന്നതാണ്. അത്തരം ഒരു നന്മയുള്ള കുടുംബമായി മാറണമെങ്കിൽ നമ്മൾ എന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. നമ്മളിവിടെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയ വിഷയങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സ്ത്രൈണതയും പൗരുഷവും എന്ന് നമ്മൾ കേട്ടു. എന്താണ് ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ളത് കേട്ടു. എന്താണ് വിനിമയവും സഹകരണവും എന്ന് കേട്ടു. എക്സ്ചേഞ്ച്, ഓക്കെ, വിനിമയവും സഹകരണവും എങ്ങനെയാണെന്ന് കേട്ടു. പ്രണയവും ലൈംഗികതയും എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഫാമിലി ആൻഡ് സൊസൈറ്റി, ഇതും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ കടന്നു വന്നപ്പോ നമ്മൾ വ്യത്യസ്ത ഡയമെൻഷൻസ്, ഫാമിലി എന്നുള്ളതിന്റെ വ്യത്യസ്ത ഡയമെൻഷൻസിനകത്തൂടെ കടന്നുപോയി. ഇന്ന് നമ്മൾ ഗ്രീൻ ഫാമിലി എന്നുള്ള വിഷയത്തിലൂടെ കടക്കുന്നു. ഈ കോഴ്സിൽ നിങ്ങൾ കഴിഞ്ഞു വന്നപ്പോ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ല. ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ നാളെ മുതൽ ദാമ്പത്യം എന്നുള്ളത് അങ്ങനെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങളുടെ മുന്നിലുള്ള ചാലഞ്ചുകളെ, പ്രതിസന്ധികളെ ഒരിക്കലും കുറയ്ക്കില്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ സ്വാമിയാര് പറഞ്ഞതുപോലെ, എന്ത് വരുമ്പോഴും ഇപ്പൊ എവിടെ എങ്ങനെയോ അപ്പപ്പോ അവിടെ അങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മനസ്സിലാക്കിയിട്ടും അവള് മാറുന്നില്ല എന്ന് പറയുന്നതാണ് അവസ്ഥ. ഇത് പഠിച്ചത് കൊണ്ട് ചുറ്റുപാടിൽ ഉണ്ടാവുന്നതിലൊന്നും ഒരു മാറ്റം വരില്ല. മാറ്റം വരേണ്ടത് നമ്മളിലാണ്, നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. ആ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് നമ്മുടെ മാനസികാവസ്ഥയിലാണ്. അതാണ് ഈ കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഒരു ബോധ്യമാണ്. നമ്മളിപ്പോ ഇന്ന് ഇത്രയും ദിവസങ്ങൾ കടന്നു പോയതൊക്കെ ഇതിന്റെ വിഷയ വിവരങ്ങളാണ് തന്നതെങ്കിൽ ഇനി നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്കൊരു ബോധ്യമാണ് കിട്ടുക. ഓക്കെ, നമുക്കൊരു ധർമ്മം അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പിക്ചറാണ് കിട്ടുക. സൊസൈറ്റിയും പ്രകൃതിയും നമ്മളും ഒക്കെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നൈരന്തര്യം, ഒരു തുടർച്ച, അതാണ് കിട്ടുക. അപ്പൊ അതില് നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദമ്പതികൾ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യണം, പരസ്പരം നിറച്ചു വെക്കണം. അയാളെ ഞാനും എന്നെ അയാളും നിറയ്ക്കണം. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയണം. പാരിസ്ഥിതികമായും സാമൂഹ്യമായും വ്യക്തിഗതമായും ലൈംഗികമായും ഒക്കെയുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ആന്തരിക ലോകത്തേക്കുള്ള റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, ബാഹ്യ ലോകത്തേക്കുള്ള റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, വെർട്ടിക്കൽ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, നമ്മൾ ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും വി മസ്റ്റ് ഡു ദാറ്റ്. അപ്പോ നമുക്ക് ഇന്ന് കുറച്ച് ലഘുവായിട്ടുള്ള കുറച്ച് ആശയങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കതിൽ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു, അതാണ് ഞാനിതൊന്ന് നോക്കിയത്. ഇണ എന്ന് പറയുന്നത്, ഞാൻ പോയി എന്നെ പെണ്ണ് കാണാൻ വന്നത്, ഞാൻ പോയി പെണ്ണ് കണ്ടു, എന്നിട്ട് കെട്ടി. അപ്പോ എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചതാണ്, ഞാൻ എന്താ, നമ്മുടെ ഒരു മെമ്പറാട്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്, ഞാൻ എന്താ പശുവാണ്, അയാൾക്ക് വന്ന് നോക്കി എന്നെ കെട്ടിക്കൊണ്ടുപോകാൻ?
അപ്പൊ പെണ്ണ് കാണാൻ വന്ന് അത് സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ രീതിയിലുള്ള തർക്കങ്ങൾക്കുമൊക്കെ ഇടവരുന്നതിന്റെ മുമ്പോ ശേഷമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. ഒരിക്കലും അത് നമ്മുടെ ചോയ്സ് അല്ല. നമുക്ക് എന്ത് ആധിക്യമുണ്ടോ അത് കുറയ്ക്കാനും, നമുക്ക് എന്ത് കുറവുണ്ടോ അത് ഫില്ല് ചെയ്യാനും, നമുക്ക് എതിർപക്ഷമായി നിൽക്കുന്ന, പ്രതിപക്ഷമായി നിൽക്കുന്ന ഒന്നാണ് ഇണ എന്ന് പറയുന്നത്. നമ്മൾ എന്താണെന്ന് തീരുമാനിച്ച ഭഗവാനാണ്, ഈശ്വരനാണ്, അള്ളാഹു ആണ്, അല്ലെങ്കിൽ പ്രപഞ്ചബോധമാണ് നമ്മുടെ ഇണയെ തീരുമാനിക്കുന്നത്, നമ്മളല്ല. നമ്മൾ എന്ത് തീരുമാനിച്ചാലും, ഇയാളെ കെട്ടണം തീരുമാനിച്ചാലും കെട്ടണ്ടാന്ന് തീരുമാനിച്ചാലും നമുക്ക് വന്നു ചേരാനുള്ളത് നമുക്ക് വന്നു ചേരും. അവനവന് കിട്ടാനുള്ളത് അവനവന് കിട്ടുക തന്നെ ചെയ്യും. അതിനെ സഹിക്കുകയേ ഉള്ളൂ, നിവൃത്തി. എന്തായാലും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വേറെ നിവൃത്തിയൊന്നുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ടീച്ചറെ പോലെ അത്രയും പ്രണയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയാണ്. അത് കൃത്യമായിട്ട് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരിക്കലും നമ്മുടെ ചോയ്സ് അല്ല, അത് പ്രകൃതിയുടെ. നമ്മള് പൊതുഭാഷയിൽ നമുക്ക് ദൈവം എന്നോ ഈശ്വരനോ നിയതി എന്നൊക്കെ പറയാമെങ്കിലും നമ്മളിവിടെ ഒളിമ്പസിന്റെ ഭാഷയിൽ അത് പറയുമ്പോൾ പ്രകൃതിയുടെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പ്രകൃതിയുടെ ഉപരിവ്യവസ്ഥയുടെ മനസ്സാണ് നമ്മുടെ ഇണയെ തീരുമാനിക്കുന്നത്. ഉപരിവ്യവസ്ഥയുടെ മനസ്സിനെ നമ്മൾ പറയുക നിയതി എന്നാണ്, നമ്മൾ മനസ്സിലാക്കുക നിയതി എന്നാണ്. ഓക്കെ, അതാണ് ഇണയെ തീരുമാനിക്കുന്നത്. അതിനെ മാറ്റാൻ നമ്മൾ എന്തൊക്കെ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് വരാനുള്ള ഇണ നമുക്ക് തന്നെ ഉണ്ടാവും. അയാളുടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇണയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കിട്ടാൻ പോകുന്നേ ഉള്ളെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് കുറവുണ്ടോ അത് ഫില്ല് ചെയ്യാൻ പാകത്തിലായിരിക്കും അയാൾ ഉണ്ടാവുക. നമുക്ക് എന്ത് ആധിക്യമുണ്ടോ, നമുക്ക് അഹങ്കാരത്തിന് കൂടുതലാണെങ്കിൽ അതിനെ തല്ലി ചതയ്ക്കാൻ പാകത്തിലായിരിക്കും അവരുണ്ടാവുക. നമുക്ക് ഇപ്പോ ഞാനന്ന് പറഞ്ഞ പോലെ ക്രമം കൂടുതലുണ്ടെങ്കിൽ ക്രമം ഇല്ലാതാക്കാൻ പാകത്തിലാണ് അവരുണ്ടാവുക. നമുക്ക് ശാന്തത ബ്രേക്ക് ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മളെ ശാന്തനാക്കുന്ന സ്വഭാവമായിരിക്കും അവർക്കുണ്ടാവുക. എപ്പോഴും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പക്ഷെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ വിചാരിക്കും എന്നെ പോലെ ചിന്തിക്കുന്ന, എന്നെ പോലെ പറയുന്ന, എന്നെ പോലെ ആയിരിക്കുന്ന, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. സമത്വം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്വപ്നമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഹരിതമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഏറ്റവും കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ മനസ്സിലാക്കുക, അത് ഇവിടെ തീരുമാനിച്ചതല്ല, അവിടെ തീരുമാനിച്ചതാണ്. നിങ്ങൾ ഈശ്വര വിശ്വാസിയോ നിഷേധിയോ ആരും ആയിക്കൊള്ളു, അത് എന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഹെവൻ എന്ന് പറയുന്നത് പൊതുഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം, സ്വർഗത്തിൽ തീരുമാനിച്ചു എന്ന് പറയുന്നത് പൊതുഭാഷയിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് പ്രകൃതി ആണ് ആ കാര്യം നിർണയിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ക്യാമറ എന്റെ നേരെ സ്ക്രീനിന്റെ നടുവിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ മുഖം നോക്കി സംസാരിക്കാനായിട്ട്. പക്ഷെ അതിന്റെ താഴെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ലെറ്റേഴ്സ് വരുന്നത്. അതുകൊണ്ട് ഞാൻ തലയൊന്ന് മാറ്റി നോക്കേണ്ടി വരുന്നു. നോ ദാറ്റ് ഈഗോ സെപ്പറേറ്റ്സ് എൻറ്റിറ്റീസ്. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ജീവിതം കൊണ്ട് വളർത്തിയെടുത്ത നമ്മുടെ ഈഗോ, ഞാനെന്നുള്ള ബോധം, ഞാനെന്നുള്ള ഭാവം, ഇത് ആണ് വ്യക്തികളെ തമ്മിൽ വേർതിരിക്കുന്നത്. എന്റെ പരിധിയെ നിർണയിക്കുന്ന പ്രകൃതിയുടെ കൽപ്പനയാണ് ഈഗോ എന്ന് പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാനെന്നുള്ള ഭാവമായി മാറുന്നതും അത് തന്നെയാണ്. ഈ ഞാനെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് അത് രണ്ട് വ്യക്തികളെ തമ്മിൽ വേർതിരിക്കുന്നു. ആ വേർതിരിവ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാണ്ട് അത് തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, വണ്ടികൾക്ക് ബമ്പർ വെക്കുമല്ലോ, അതുപോലെയുള്ള ഒരു സാധനമല്ല. തമ്മിൽ മുട്ടാതെ തമ്മിൽ ചേരാതിരിക്കാൻ വേണ്ടി ഒരു സാധനമല്ല. പരസ്പരം തന്റെ പരിധിയെ, തന്റെ പരിമിതിയെ അറിയാൻ വേണ്ടിയുള്ള ടൂളാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ പൊക്കിപ്പിടിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എൻറ്റിറ്റികളെ ഒരുമിച്ച് ചേർക്കില്ല. കുടുംബത്തില് ഇണകൾ ഒരുമിച്ച് ചേരുക എന്ന് പറയുന്നത് പലപ്പോഴും പലരുടെയും ബയോളജിക്കൽ നീഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് തമ്മിൽ ചേരുന്നത്. നഗ്നമാകാൻ പറഞ്ഞാൽ ഇതിപ്പോ ദമ്പതികൾക്കിടയിൽ തന്നെ ആകണമെന്നില്ല. ആർക്കിടയിലാണെങ്കിൽ ഒരു വിധേയത്വത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നഗ്നമാകാൻ പറഞ്ഞാൽ നഗ്നമാകാൻ എല്ലാവർക്കും എളുപ്പമാണ്. മനസ്സാണ് നഗ്നമാകേണ്ടത്, മനസ്സാണ് തുറന്നു വെക്കേണ്ടത്.
നമ്മളിതിന്റെ ശേഷവും മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അക്സെപ്റ്റ് ദം ആസ് ദേ ആർ. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇണയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അവരെന്താണോ അതിനെ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുക. അവരെന്ത് തന്നെ ആയിക്കോട്ടെ അവരെ അതേപോലെ ഇഷ്ടപ്പെടുക. അതാണ് അവർ എന്ന് മനസ്സിലാക്കി ഇഷ്ടപ്പെടുക. അതിന് നമ്മൾ തയ്യാറാകുന്നതോടുകൂടി നമ്മുടെ കുറേയേറെ തലവേദനകൾ അങ്ങ് മാറും. അവരതാണ്. ഇപ്പൊ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നു. നമുക്കാണെങ്കിൽ ഇന്ന് കുറച്ച് ജോലികളുണ്ട്, കുറച്ച് ഓഫീസ് ജോലികളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫോൺ വരുന്നത്, അതിഥികൾ വരുന്നു, ഞങ്ങൾ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു, ഞങ്ങൾ എത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ അതർ ഗോ, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ അവരെ പരിചരിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും, പാചകം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടി വരും. നമുക്ക് മറ്റു വഴികളില്ല എന്നുള്ളതാണ്. മറ്റു വഴികളില്ലെങ്കിൽ നമ്മൾ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അത് നമ്മുടെ ധർമ്മമാണെന്ന് നമുക്കറിയാം. അതിഥി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ധർമ്മബോധ്യം ഒരു ഇണയുടെ കാര്യത്തിൽ എന്താ നമുക്കില്ലാത്തത്? അതങ്ങനെ വന്നതാണ്. അതിനെ നമ്മൾ അനുഭവിക്കുക, നമ്മൾ അതിനകത്തൂടെ പോവുക എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു കാര്യം ചേർത്ത് വായിച്ചാൽ, ആദ്യം പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഇണയെ സ്വർഗമാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നത് വരികയാണെങ്കിൽ, എന്നതിനെ കുറിച്ച് ബോധ്യമാവുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതാനുഭവത്തെ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാനുള്ള റീസൺ പ്രകൃതിയാണ്. നിങ്ങളെ ഇത് അനുഭവിപ്പിക്കുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രകൃതിയാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനി പ്രകൃതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു രക്ഷയില്ല. ഒരു ബസ്സിൽ കയറി, തിരക്കുള്ള ബസ്സാണ്, ഞാൻ ഇതിനകത്ത് എങ്ങനെ നിൽക്കും എന്ന് കരുതി ടെൻഷൻ അടിച്ച് നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ അത് ഇറങ്ങുന്നത് വരെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ആ ഇറങ്ങുന്നത് വരെ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. ബസ്സിൽ കയറിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കാ, 1 മണിക്കൂർ ഇത് അനുഭവിച്ചേ നിർത്തിയുള്ളൂ. ഞാനത് വിട്ടു. ആ പാട്ട് കേൾക്കുന്നു, ആ പാട്ടിൽ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, ഞാൻ ബാക്കിയെല്ലാം വിട്ടു എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, പ്രശ്നം അതോടെ തീർന്നു. വെള്ളം 1 ടംബ്ലർ, ചെറിയ വെയിറ്റേ ഉള്ളൂ, ഞാനത് കുടിക്കാനെടുത്തു. ഞാൻ സിപ്പ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമാണ്, വേറെ ഒന്നുമില്ല. ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. മറ്റേ പച്ചവെള്ളമാണ്. സിപ്പ് ചെയ്യുന്നതായിട്ട് തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ പച്ചവെള്ളം ഞാൻ കുടിക്കുന്ന സമയത്ത് ആ ഒരു സിപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത സിപ്പ് വരെ എനിക്കിത് ഇവിടെ വെക്കാം. പക്ഷെ വെക്കുന്നില്ല, ഞാനിങ്ങനെ പിടിക്കാം. കുറച്ചേ ഉള്ളൂ വെള്ളം, ചെറിയ വെയിറ്റേ ഉള്ളൂ, പക്ഷെ ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ കൈ പതുക്കെ കഴിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലപോലെ കഴിക്കാൻ തുടങ്ങും. കഴിച്ച് അവസാനം എന്റെ കൈക്ക് നീര് വരികയും താങ്ങി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു അനുചിതമായ ഒരു സാഹചര്യത്തെ നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇതുപോലെയാണ്. നമ്മൾ അതിങ്ങനെ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും നമുക്ക് ഭാരം തോന്നും. ആ ഭാരം നമുക്ക് ഭയങ്കര ആഘാതമാണ് തരിക. ഏറ്റവും നല്ലത് അതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുകൂടെ അങ്ങ് പോയാൽ മതി. ചൂടുള്ള വെയിലിൽ കൂടെയാണ് പോകണമെങ്കിൽ വെയിലാണെന്ന് മനസ്സിലാക്കുക, തണുപ്പത്തൂടെയാണ് പോകണമെങ്കിൽ തണുപ്പാണെന്ന് മനസ്സിലാക്കുക. അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് തന്നിട്ടുള്ളത്, നമുക്ക് ഈ അനുഭവം തന്നിട്ടുള്ളത് പ്രകൃതിയാണ്, നമ്മളെ ഉരുവാക്കിയവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അതാണ് ആധ്യാത്മികതയുടെ ഒരു ഗുണം. നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മനോഭാഗം, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ശരിക്കും ആധ്യാത്മികതയിലൂടെ നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഇണ ആരാണെന്നുള്ളത് നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതാണ് അവർ എന്ന് കരുതിയിട്ട് നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പോവുക. നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മളെ മാത്രം ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഇണയെ ഇഷ്ടമല്ല. എന്റെ ഇണ നല്ല സുന്ദരിയാണെന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് സുന്ദരിയാണ്, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നവളാണ്. അപ്പൊ എന്റെ താല്പര്യം, എന്റെ ഇഷ്ടം, എന്റെ ഈ എന്റെയിൽ നിൽക്കുന്നതിന് പകരം അയാൾ എന്താണോ അതായി നിൽക്കുക. ഒരു ചെറിയ കഥ പറയാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വല്ലാതെ ഉപകാരപ്പെട്ടേക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്ത്, ഇപ്പൊ പുള്ളി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. പണ്ട് ഫോറസ്റ്റ് ജോലി ചെയ്യുന്ന ഒരു കാലത്ത് അട്ടപ്പാടിയില് ഒരു കാട്ടിന്റെ നടുക്കുള്ള, അല്ലെ കാട്ടിന്റെ ഓരത്തുള്ള, കാട്ടിന്റെ ഏതാണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവരെ സഹായിക്കാനുള്ള ഒരു ആദിവാസി ദമ്പതികൾ അവിടെ വരും. ചെറുപ്പക്കാരാണ്, 16, 17, 18 വയസ്സൊക്കെയുള്ള
ആ പ്രായത്തിലുള്ള രണ്ടുപേരാണ് ദമ്പതികൾ. അവർ വരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെന്ന് നോക്കും. ഒരു ദിവസം അപ്പൊ രാവിലെ വന്നിട്ട് പണിയൊക്കെ ചെയ്തിട്ട് പോവുക, അതാണ് ഇവരുടെ രീതി. ഒരു ദിവസം രാവിലെ വരുന്ന സമയത്ത് മല ഇറങ്ങി വരുന്ന ഭാഗത്ത് അവള് നിൽക്കുന്നു. അതിനുശേഷം ഭർത്താവ് മാത്രം വരുന്നു. അപ്പോ എന്താ അവള് വരുന്നില്ലേ എന്ന് ഇവിടെ ഈ നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്ന സമയത്ത്, അല്ല സാറേ അവൾക്ക് നാണമാണെന്ന് പറഞ്ഞു. എന്തിനാ നാണം ചോദിച്ചു. അല്ല സാറേ അവളൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്താ ചോദിക്കുന്നത്? സാറേ അവൾക്ക് സാറിന്റെ കൂടെ കിടക്കണമെന്ന് ആശ, സാറൊന്ന് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. ആ സുഹൃത്ത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അയാൾ സ്തംഭിച്ചവിടെ നിന്നു കുറച്ചു നേരം. അതിനുശേഷം മുറിക്കകത്ത് പോയിട്ട്, നിങ്ങളിപ്പോ പൊക്കോ എന്ന് പറഞ്ഞു വിട്ടിട്ട് മുറിക്കകത്ത് പോയിട്ട് കുറെ കരഞ്ഞു. എന്നുവെച്ചാൽ പുള്ളിക്ക് മനസ്സിലായി ആ ഭർത്താവ് ആ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നു. അതുപോലെ ഒരു ഭർത്താവാകാൻ തനിക്ക് കഴിയുമോ എന്ന ആശങ്കയിലാണ്. അത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഇത്തരം തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പാകത്തിലുള്ള ഒരാളാണ്. അതിനുശേഷം അയാളും തിരിച്ചു വന്നു. പിന്നെ അവിടുന്ന് മറ്റേ വേറൊരു ജോലിക്ക് കയറി, അങ്ങനെ അവിടുന്ന് വിടുകയാണ് ചെയ്തത്. പക്ഷെ ഈ സംഭവം ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ പത്നിയോട് ഉള്ള ആ ഒരു ഇഷ്ടം, അവളുടെ ഇഷ്ടത്തെ ആദരിക്കാനുള്ള ആ ഒരു കഴിവ് ആ ദമ്പതികളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഞങ്ങളിപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പലരും ആ ഭർത്താവിനെ ആദരിക്കുന്നു. ഞങ്ങൾക്കറിയില്ല അതാരാണെന്ന്, പക്ഷെ കഥയിൽ കേട്ട അയാളെ ഞങ്ങൾ ആദരിക്കുന്നു. അങ്ങനെ ഒരു ഹസ്ബൻഡ് ആകാൻ, അങ്ങനെ ഒരു ഭാര്യയാവാൻ നമുക്ക് കഴിയുമ്പോൾ ആണ് നമ്മൾ യഥാർത്ഥ ഇണയായി മാറുന്നത്. അക്സെപ്റ്റ് ദം ആസ് ദേ ആർ. ഞാൻ പറഞ്ഞ കഥ ഒന്ന് ഓർത്ത് വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. അത് നിങ്ങളെ ഒരു പക്ഷെ ജീവിതകാലത്തിലുടനീളം സഹായിക്കും. Let pair know what you are knowing. ഇപ്പൊ നമ്മുടെ വഫ ചെയ്യുന്ന പരിപാടി, വഫ ഒരു കാര്യം അറിയാൻ തുടങ്ങി ഉടനെ തന്നെ കെട്ടിയനും കൂടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടിരുത്തി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇണയെ അറിയിക്കുക. നിങ്ങൾ എന്തിനെയാണ് അറിഞ്ഞു തുടങ്ങിയതെന്ന് അറിയിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തെ, അതായത് നിങ്ങൾ പ്രകൃതിയുടെ നിയമത്തെയാണ് അറിയാൻ തുടങ്ങിയത്. അത് ഫണ്ടമെന്റൽ ഓഫ് ലൈഫ്. അത് നിങ്ങൾ ഈ ജീവിതത്തിന്റെ ഏത് കാര്യം, ആരോഗ്യമാണ് ശരി, കൃഷി ആയിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, പണമായിക്കോട്ടെ, പണത്തിനകത്തെ ബിസിനസ് സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, ഏത് സാധനമാണെങ്കിലും പ്രകൃതിയാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ കൊണ്ട് മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. പ്രകൃതിയുടെ നിയമങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അപ്പോ നിങ്ങൾ അതിനെ അറിഞ്ഞു തുടങ്ങുകയാണ്. അറിഞ്ഞു എന്നല്ല പറയുന്നത്, അറിഞ്ഞു തുടങ്ങുകയാണ്. ആ അറിഞ്ഞു തുടങ്ങിയതിനെ നിങ്ങൾ നിങ്ങളുടെ ഇണയെ അറിയിക്കുക. ഇണയെ കൃത്യമായിട്ട് അറിയിക്കുക. അറിയുന്നത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവരോട് ആവശ്യപ്പെടുക. അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കുക എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇണത്തം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇത് അറിയേണ്ടത് എന്ന് അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഗ്രീൻ ആകാൻ കഴിയും. നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ ഗ്രീൻ ആകാൻ കഴിയും. ഓക്കെ, ബി യുവർ പേയേഴ്സ് വിഷ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം അവൻ അല്ലെങ്കിൽ അവൾ എന്ന് നമ്മൾ ശഠിക്കുന്നുണ്ടാവും. ഒന്ന് മാറ്റിവെക്കുക. കുറച്ചു നാളത്തേക്ക് എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് തിരിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പേരെന്താ ആവശ്യപ്പെടുന്നു അതിലേക്ക് നിങ്ങളായിത്തീരുക. അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് എന്ത് ഇഷ്ടപ്പെടുന്നു അതിലേക്കാവുക. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയാണ്, അല്ലെ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ്, അതെന്തോ അതായിത്തീരുക, അതായി ജീവിക്കുക. ഒരു കൊല്ലം അങ്ങനെ ജീവിച്ചു നോക്കുക. നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നു അതാ ആവശ്യപ്പെടുന്ന ഭർത്താവായിട്ട് അയാള് അല്ല ഭാര്യയായിട്ട് അയാള് മാറും. ഓക്കെ, അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇണയുടെ ഇഷ്ടമായി മാറുക. ഇണയ്ക്ക് എന്ത് ഇഷ്ടമാണോ ആ ഇഷ്ടം എന്നുള്ളതിന്റെ ബിംബമായി നിങ്ങൾ മാറുക. അതാണ് ഹരിതമാകാനുള്ള മറ്റൊരു മാർഗം. ഇണയുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അത് ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, ഇന്റലക്ച്വലി, സെക്ഷുവലി ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ. ഞാൻ ഓരോ പ്രാവശ്യം ചനിയാന്ന് പറയുന്നത്.
ഇംപ്രവൈസ് ഇൻ ഈച്ച് ആക്ഷൻ. ആക്ഷന്റെ ടീ വിട്ടുപോയി. ഇംപ്രവൈസ് ഇൻ ഈച്ച് ആക്ഷൻ. ഇംപ്രവൈസ് ചെയ്യാന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ അല്ലെ? നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഇംപ്രവൈസേഷനെ കുറിച്ച്. നമ്മളൊരു കാര്യം ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഉടനെ റിറ്റാലിയേറ്റ് ചെയ്യാനാണ് നമുക്ക്. അതിനോട് ഗംഭീരമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനോട് പ്രതികരിക്കുക. അങ്ങനെയല്ല, ഇങ്ങനെ ആയിക്കോട്ടെ എന്നുവെച്ചാൽ ഇണയോട് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് നമുക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. ചെറുപ്പം മുതലേ നമുക്ക് വളരെ അടുത്ത കൂട്ടുകാരോടോ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒക്കെ നമ്മൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും. അതൊന്നൊരു നാട്ടുനടപ്പാണ്, ഒരു രീതിയാണ്. നമ്മളിങ്ങനെ തർക്കുത്തരം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. ഇത് ഇണയോട് അടുപ്പം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേ പരിപാടിയിൽ അവരെ എത്തിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ് അതിന് പരിധിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഇന്നതേ പറയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയില്ലാത്ത അവസ്ഥയിലേക്ക് രണ്ടുപേരും പോകും. കാരണം എന്താ ഈ മറ്റേ വസ്ത്രം അഴിയുന്നതോടുകൂടി ഈഗോ അഴിയുന്നു എന്നാണ് പലരുടെയും വിചാരം. വസ്ത്രം അഴിയുന്നത് കൊണ്ട് ഈഗോ അഴിയില്ല. അപ്പൊ നമ്മള് അവരെ എതിർത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, എതിർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളതിലെ കോൺഫ്ലിക്റ്റുകൾ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും കോൺഫ്ലിക്ട്സ് കൂട്ടിക്കൊണ്ടിരിക്കും. അതിന് പകരം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെവിടെ എന്ത് ചെയ്ത് നിർത്തുന്നു. അവര് ഭക്ഷണം കഴിച്ച ഉടനെ കഴിച്ചിട്ട് അയാളൊന്ന് വർത്തമാനം പറയുന്ന ഉടനെ തന്നെ നമ്മള് അവര് വർത്തമാനത്തിൽ ശ്രദ്ധിക്കുന്ന വരുമ്പോൾ നമ്മൾ അവരുടെ പാത്രം പതുക്കി കഴുകാൻ. അയാള് ഒരു മറ്റേ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ അയാൾ ഒരുങ്ങുകയാണ് സംസാരത്തിനിടയിൽ. ഉടനെ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുകയോ അയാൾക്ക് എടുത്തു കൊടുക്കുകയോ ചെയ്യും. അപ്പോ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കൈയുടെ തുടർ കൈയായിട്ട് മാറുക. അതാണ് ഇംപ്രവൈസ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഇംപ്രവൈസ് ചെയ്യുക എല്ലാ ആക്ഷനുകളിലും നമ്മുടെ ഇണയുടെ തുടർ കൈയായിട്ട് മാറുക. ഈ ഇണ എന്നുള്ളത് മാറ്റിയിട്ട് അന്യന്റെ പരന്റെ എന്നൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുത്വം എന്നുള്ള അവസ്ഥയിലേക്ക് മാറുണ്ടോ? അത് വേറൊരു വശമാണ്. ഞാൻ ഇവിടെ ഇത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ. പിന്നെ അവരുടെ ആരോഗ്യത്തെ ശരിക്കും പരിഗണിക്കുക. അവരുടെ ആരോഗ്യത്തെ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്നാണ് ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ ചിന്ത. ഞാൻ പകലൊക്കെ ജോലിക്ക് പോകുന്നു, അവൾ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുന്ന് ഡൽഹി വരെ നടക്കാനുള്ള ദൂരം വീട്ടിനകത്ത് തന്നെ നടന്നു തീർക്കുന്നതാണ് പലപ്പോഴും പെണ്ണുങ്ങൾ. എന്നിട്ട് ഇത് ചെയ്ത് അത് ചെയ്ത് ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ പണികൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പലപ്പോഴും തളർച്ചയിലെത്തുകയും ചെയ്യും. ഈ തളർച്ച എന്നുള്ളത് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ശ്രമിക്കുന്ന ഭർത്താവിന് മനസ്സിലാവണമെന്നില്ല. പകല് മുഴുവൻ വെളിയിൽ പോയി ഒരുപാട് ടെൻഷനുകൾ അനുഭവിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരാള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ടെൻഷൻ ഇവിടെ വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് 2 ചാട്ടം ചാടിയിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അവന്റെ മനസ്സമാനം കളഞ്ഞ് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. എന്താണെങ്കിലും അവര് നിൽക്കുന്ന മനോതലം എന്താണെന്നോ ശാരീരിക തലം എന്താണെന്നോ മനസ്സിലാക്കാതെ ഇരുന്നാൽ ഒരു പക്ഷെ അവർക്ക് ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടായേക്കും. അത് ഇണത്തത്തിന് ഭയങ്കര പ്രശ്നമുണ്ടാകും. എപ്പോഴും അവരുടെ ആരോഗ്യം എന്താണെന്നുള്ളത് ഒബ്സർവ് ചെയ്യാനുള്ള, വിറ്റ്നസ് ചെയ്യാനുള്ള, അത് മോണിറ്റർ ചെയ്യാനുള്ള തുറവി നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഫൈൻ ടൈം ഫോർ ദം. നിങ്ങൾ കാണുന്നു, ഞാൻ കാണുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫൈൻ ടൈം ഫോർ ദം. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണ് സമയം കണ്ടെത്തുക. അതും ഈ സാധനം ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് പ്രശ്നമാണ്. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടോ അത് വീട്ടിനകത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ കയറുന്ന സമയത്തുണ്ടല്ലോ, വീട്ടിൽ കയറുമ്പോ ഫ്രണ്ടിലെ മറ്റേ സ്വീകരണ മുറിയില് ടീപ്പോയിലോ അല്ലെങ്കിൽ ഫോണ് വെക്കുന്ന സ്ഥലത്തോ ഒരു ഷെൽഫിലോ ആയിട്ട് ഈ സാധനം സൂക്ഷിച്ചു വെക്കുക. ആരെങ്കിലും വിളിച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിളിയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. സുഹൃത്തുക്കളോടൊക്കെ പറയാ, രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ട് പിന്നെ വിളി വേണ്ട, നമുക്കതൊന്ന് ഒഴിവാക്കാം എന്ന് പറയാം. 8 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മറ്റേ ഓഫ് ചെയ്ത് വെക്കാം ഈ സംഭവം. ഈ സാധനം ഇല്ലാതിരിക്കുന്നതാണ് കുടുംബ ബന്ധത്തിന്, വ്യക്തിബന്ധത്തിന്, ബുദ്ധിയുടെ നിലനിൽപ്പിന്, മെമ്മറിക്ക് ഒക്കെ നല്ലത്. മൊബൈൽ ഫോൺ ഒന്ന് ഒഴിവാക്കി നിൽക്കുക. എന്നിട്ട് നമ്മൾ ആ സമയം നമ്മുടെ വീട്ടിലുള്ളവർക്ക്, ഇണയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പാചകമാണെങ്കിൽ ശരി, ഒരുമിച്ച് ചെയ്യാം. വീട്ടിലെ ചെറിയ എന്തെങ്കിലും വർക്കുകളാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഭക്ഷണം ക്രമീകരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് ചെയ്യാം.
എന്റർടൈൻമെന്റ്. ഇപ്പൊ സിനിമ കാണാൻ തോന്നുന്നു എങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നു പറയാം. ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്ന പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കാണുന്നത്. വൈകുന്നേരം സീരിയലിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നു. ഒരുമിച്ചിരുന്നാണോ കാണുന്നത്? ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ഇവരിരുന്ന് രണ്ടായിട്ടിരുന്ന് കാണുന്നു എന്നുള്ളതാണ്. ഒന്നായിട്ടിരുന്ന് കാണാറില്ല. ഇവിടെ ഒരുത്തിക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അവളെ നേരിട്ടിരുന്ന് സിനിമ കാണുന്ന പരിപാടിയില്ല. ഒന്നിക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അവള് സിനിമ കാണുന്ന അങ്ങനെ സിനിമ കാണൂല. കാണണമെങ്കിൽ ഞാൻ വേണം, ഞാൻ അടുത്തിരിക്കണം, ഞാൻ എന്നിട്ട് ആസ്വദിക്കണം, ആ സിനിമ ആസ്വദിക്കണം, ഞാൻ ആ സിനിമയുടെ കൂടെ ഇരുന്ന് ചിരിക്കണം, ഞാൻ ഇരുന്ന് കരയണം. അപ്പോഴേ പൊന്നിക്ക് അത് സിനിമ കണ്ടു എന്ന് തോന്നുന്നു. അവൾ അതിന്റെ കൂടെ കൂടും, ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ കൂടും, എങ്കിലേ അത് കാണുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണാൻ താല്പര്യമുള്ള ആളാണ് കേട്ടോ. ഞാൻ ഒരു സിനിമാ പഠിതാവ് എന്നുള്ള രൂപത്തിൽ ഞാൻ കുറെ കാലം ആ വഴിക്ക് പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഒറ്റയിരുന്ന് കാണും. പക്ഷെ പൊന്നി അങ്ങനെ കാണില്ല. പൊന്നി എപ്പോഴും എന്നെ ചേർത്ത് മാത്രമേ കാണുള്ളൂ. ആ എന്റർടൈൻ ചെയ്യുമ്പം പോലും നമ്മൾ ആ ടുഗദർനെസ് എന്നുള്ളൊരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. നമ്മുടെ സമയത്തില് കുറേയേറെ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു, ഓവർലാപ്പ് ചെയ്യുന്നവരാണ് നമ്മൾ. ഇണകൾ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്യുന്നവരാണ്. ഈ ഓവർലാപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ കോമൺ ടൈം ഉണ്ടായിരിക്കും, ഒരു കോൺഗ്രുവൻസ് അതിനകത്തുണ്ടാവും. നമ്മുടെ രണ്ടുപേരുടെയും സമയമണ്ഡലങ്ങളിൽ ഒരു കോൺഗ്രുവൻസ് ഉണ്ടാവണം. അവിടെ നമ്മൾ ഉണ്ടാവണം. ഇൻഡിവിജ്വൽസിന്റെ ചർച്ചയാണെന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് ഈ ദാമ്പത്യത്തെ ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതൊരു ഹയർ സിസ്റ്റത്തിന്റെ രണ്ട് എലമെന്റുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടെ ചേരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും A+B 1 1 2 എന്ന് പറയുന്നതല്ല, ആ ആൽഗരിതം അല്ല, ആ ആൽജിബ്രയല്ല സിസ്റ്റമിക് തിങ്കിങ് സിസ്റ്റത്തിന്റെ വഴി. ആണും പെണ്ണും ചേർന്ന് മറ്റേ ഒരു കുടുംബം ഉണ്ടാവുന്ന വെച്ചാൽ ആണ് പ്ലസ് പെണ്ണ് കുടുംബം എന്ന് പറയാൻ കഴിയില്ല. ആണ് പ്ലസ് പെണ്ണ് ഇവർ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർന്നതാണ് കുടുംബം. അല്ലാണ്ട് ആണും പെണ്ണും ചേർന്നാൽ കുടുംബമാകുന്നു എന്നുള്ളത്. ആണും പെണ്ണും പിരിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ പുലിവാലുണ്ടാവുന്നത്. എത്ര വരെ സാധനങ്ങൾ, എത്ര വരെ കാര്യങ്ങൾ, എത്ര വരെ അധികാരങ്ങൾ, എത്ര വരെ ഡോക്യുമെന്റേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നതാണ്. തന്നെയാണ് ഇവർ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. ഈ എന്തൊക്കെയാണോ വെളിപ്പെടുന്നതൊക്കെ തന്നെ ഈ അധികമായിട്ട് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇവരെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം സമയങ്ങൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് തവണ പറ്റിയിട്ടുണ്ടാവും. ഇണയോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടാവും. ഇണ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവരോട് കലി വന്നിട്ടുണ്ടാവും. നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. Forgive them. അപ്പോ നമുക്ക് അവരോട് ദേഷ്യം വന്നപ്പോൾ നമ്മൾ തിരിച്ച് വിളിച്ചു പറഞ്ഞതോ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് മനസ്സിൽ കരുതിയായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. തെറിയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അത് അവരോട് അപ്പോളജൈസ് ചെയ്യുക. ആദ്യം മനസ്സിൽ ചെയ്യുക. അതിന്റെ തുറവയുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചെയ്യുക. ചെന്ന് പറയുക, തുറന്ന് പറയുക. അതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ നമ്മുടെ കറ അങ്ങ് തീർക്കണം. എങ്കിലേ നമ്മൾ ശാന്തമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ബാക്കി കറകളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ ഹോണ്ട് ചെയ്യും. അവസാനം അത് ചിലപ്പോൾ നമ്മൾ പിരിഞ്ഞില്ല എന്ന് വരും. നമ്മളെ ദമ്പതികൾ എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആ കല്ലുകടിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒഴുമുറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് മലയാളത്തില്, പറ്റുമെങ്കിൽ ഇത് കാണണം. ഓക്കെ, വാർദ്ധക്യകാലത്ത് ഡിവോഴ്സിന് ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണത്. പ്ലേസ് യു ബോത്ത് ഇൻ ചിൽഡ്രൻസ് അഫയേഴ്സ്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ. ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് പലപ്പോഴും എന്താ അറിയോ, ഈ ലൈംഗികമായ ഒരു പ്രക്രിയയുടെ ബൈ പ്രോഡക്റ്റ് ആണ് കുഞ്ഞെന്നാണ് പലരുടെയും ധാരണ. അതേ അല്ല. നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്യുന്നോ, നിങ്ങൾ അതിനു വേണ്ടി എന്ത് പ്രിപ്പയർ ചെയ്യുന്നോ അതനുസരിച്ചാണ് കുഞ്ഞുണ്ടാവുക. അതിപ്പോ ഒളിമ്പസ് രീതിയിൽ നിങ്ങൾക്ക് പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറയാ. വിവാഹം കഴിഞ്ഞാൽ തന്നെ കുഞ്ഞാകാൻ വേണ്ടിയുള്ള ശ്രമത്തിന് മുൻപ് തന്നെ ഭക്ഷണ രീതിയിൽ, ചിന്താ രീതിയിൽ, പെരുമാറ്റ രീതിയിൽ ഒക്കെ മാറ്റം വന്ന്, വ്യായാമത്തിൽ മാറ്റം വന്ന്, അങ്ങനെ മാറിക്കൊണ്ടുവന്നിട്ട് നമ്മൾ പെയിൻലെസ് ഡെലിവറിയിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെക്കോർഡഡ് പെയിൻലെസ് ഡെലിവറി നമ്മൾ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തരത്തിലാണ് ആളുകളെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ അതിനു വേണ്ടി സമയം, ബോധ്യം ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്.
കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നും അവരുടെ അഫയേഴ്സിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നും ഒരുമിച്ചുണ്ടെന്നും അവർക്ക് മനസ്സിലാവണം. അങ്ങനെ അതിനുവേണ്ടി രണ്ടുപേരും ഒരുമിച്ച് ആയിരിക്കുക കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. പിന്നെ പ്രാക്ടീസ് മെഡിറ്റേഷൻ വിത്ത് ഫാമിലി. ഈ പ്രാർത്ഥനകള് എപ്പോഴും വെർട്ടിക്കലായിട്ടുള്ള ഉപരിവ്യവസ്ഥയോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് ആ വെർട്ടിക്കലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് ധ്യാനമാണെങ്കിലും ശരി, പ്രാർത്ഥനയാണെങ്കിലും ശരി. അതേപോലെ തന്നെയാണ് കാരണവന്മാരെ കാണാൻ പോകുമ്പോൾ ഒരുമിച്ച് പോവുക. അത് നമ്മുടെ നാട്ടു നടപ്പാണ്. കാരണവന്മാരെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുക, ഇണകൾ ഒരുമിച്ചാണ് പോകുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരത് ഒരുമിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ ഭഗവാന്റെ കാര്യത്തിൽ ആലോചിച്ചാൽ മതി. അവർ ഒരുമിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരുമിച്ചായിരിക്കുക, പ്രാർത്ഥനകളും ഒക്കെ അതുണ്ടാവുക. അത് ഡെയിലി ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേ വാർഷികത്തിന് അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയിടുമല്ലോ, വിവാഹ വാർഷികത്തിനൊക്കെ പോയി കുറിയിടുമല്ലോ, അത് ആ ഒരു അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ഒരല്പസമയം 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് ആ ടുഗദർനെസ്സിലായിരിക്കുക. എന്നിട്ട് ഒരുമിച്ച് കയ്യും കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പരസ്പരം, ദമ്പതികളാണെങ്കിൽ പരസ്പരം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് പരസ്പരം കൈകോർത്തിരിക്കുക. ഇത് ഒളിമ്പസിന്റെ പരിപാടികളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇങ്ങനെ ഈ കൈകോർത്തിരിക്കേണ്ടത്. വലത് കൈ മുകളിലും ഇടത് കൈ താഴെയും കൂടെ വെച്ചിട്ട് എനർജി പാസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിലൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വാചികമല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വാചകത്തിൽ കൂടെ അല്ലാതെ, നോട്ടത്തിൽ കൂടെ അല്ലാതെ, ആംഗികമല്ലാതെ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ കമ്മ്യൂണിക്കേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഇത് നിങ്ങൾക്കിടയിലുള്ള ഹാർമണി വല്ലാതെ കൂട്ടും. നിങ്ങളുടെ പരിസരവുമായുള്ള ഹാർമണി നല്ലപോലെ കൂട്ടും. ഒരു നോ ഹാം കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. ഈ നോ ഹാം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉപയോഗിച്ചത് എന്താന്ന് വെച്ചാൽ വേറൊരു നല്ലൊരു പദം വേറെ കിട്ടിയില്ല. നോ ഹാം കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അവൻ പ്ലാസ്റ്റിക്കിലാണ് പൊതിഞ്ഞു തരുന്നത്. പ്ലാസ്റ്റിക്കിലാണെങ്കിൽ അത് ഭൂമിക്ക് ആഘാതമാണെന്ന് മിനിമം നാട്ടുനടപ്പനുസരിച്ച് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട എന്ന് ഒരു തീരുമാനം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ തീരുമാനം നടപ്പിലാക്കുന്ന എങ്ങനെയാണ്? ഞാനിത് വാങ്ങിച്ചിട്ട് പോയ ചേട്ടനുണ്ടല്ലോ, പ്ലാസ്റ്റിക് കണ്ട ഭയങ്കരമായിട്ട് ചൂടാവും. എന്റെ ആവശ്യമല്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കൾച്ചർ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു കൾച്ചർ ഉണ്ടാവണം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ട്, സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഉറക്കെ വർത്തമാനം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച്, നമ്മളൊരു കാര്യം ചെയ്ത സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതത്തെ കുറിച്ച്, നമ്മളൊരു മൂല്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം. നമ്മളെ വീട്ടിനകത്ത് മൂല്യങ്ങൾ നിറഞ്ഞ, മറ്റുള്ളവർക്ക് ആഘാതം നൽകാത്ത ഒരു സുദൃഢമായ ബന്ധുത്വം നിറഞ്ഞ ഒരു ജീവിത വ്യവസ്ഥ, ജീവിത സാഹചര്യം, സംസ്കാരം കെട്ടിപ്പടുക്കണം. അതിൽ ജനിച്ചു വളർന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഒരു നല്ല വ്യക്തിത്വമുള്ളവരായിത്തീരും. അവർക്ക് ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം നിങ്ങൾക്കുണ്ടായതുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക, അത് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോ അത് ഒരു ഹരിത കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. കോംപ്ലിമെന്റ് ഈച്ച് അതർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ പരസ്പരം ഒരാൾക്ക് എന്താ പറയാ, ഒരു കാര്യം ചെയ്യണം, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം, അതല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സുഹൃത്തിനെ ചെന്ന് കാണുക എന്നുള്ള കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറവുള്ള കാര്യം മറ്റേയാൾ അത് കോംപ്ലിമെന്റ് ചെയ്യാം, മറ്റേയാൾ ആ സ്ഥാനത്ത് ഫില്ല് ചെയ്യാം. ഒരാൾക്ക് ചെയ്യേണ്ടുന്ന, ഒരാൾക്ക് നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യത്തെ മറ്റൊരാൾ ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്ന രീതിയാണ് കോംപ്ലിമെന്റിങ് എന്ന് പറയുന്നത്. അങ്ങനെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഓപ്പൺ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ എന്താണെന്നുള്ളത് നമ്മുടെ ഇണയോട് തുറന്നങ്ങ് പറയുക, തുറന്ന് കാണിക്കുക. അതിന് മറച്ചു വെക്കലുകൾ ഇല്ലാതിരിക്കുക. ഒരു ഫോൺ കോളിന്റെ കാര്യത്തിലോ ഒരു നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ ഒരാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പോലും, എന്ത് ബന്ധങ്ങളാണെങ്കിലും അത് തുറന്ന് തന്നെ നമ്മുടെ ഇണയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, കാരണം എപ്പോഴും ഇണയുടെ പ്രശ്നം ഇപ്പൊ ഞാനൊരാണാണെങ്കിൽ എനിക്ക് മറ്റൊരു പെണ്ണുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ്, ഹലോ ഹായ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് മുതൽ കണ്ടു കഴിഞ്ഞാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ വരെ എന്റെ ഇണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്.
സാധാരണ രീതിയിലെ കാര്യമാണ് പറഞ്ഞത്. എന്റെ കുടുംബത്തിൽ അതേതായാലും അങ്ങനെയില്ല. ഈ ഗുരുകുലത്തില് സംവിധാനം ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും എന്റെ ഇണയ്ക്ക് ഞാൻ ആരുമായിട്ട് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ പുള്ളിക്ക് മനസ്സിലാവും. എനിക്ക് ഒരു ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്കൊരു ഭാര്യയുള്ളപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് വേറൊരു പെണ്ണിനോട് ഒരു താല്പര്യം തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. തോന്നാറുണ്ട്. തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവരോട് പോയി പറയില്ല. ഞാൻ എക്സ് എന്നുള്ള ഒരാളോട് എനിക്ക് താല്പര്യം തോന്നിയെങ്കിൽ ഞാൻ എക്സിനോട് പോയി പറയില്ല. കാരണം നാട്ടുനടപ്പനുസരിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഞാൻ പറയാതിരിക്കില്ല. ഞാൻ പറയും, എന്റെ ഭാര്യയോട് പറയും. തോന്നുന്ന നിമിഷം ഞാൻ പറയും, കണ്ടോന്ന്. അതുകൊണ്ടൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് താല്പര്യം തോന്നാൻ സാധ്യതയുള്ള ആരെങ്കിലും വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ച് കാണിച്ചു തരാം, എന്റെ പെണ്ണ് കണ്ടോ ഇട്ടായോ ചോദിക്കും. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ശരിക്കും കോംപ്ലിമെന്റിങ് ആണ് ഇത്. പെണ്ണിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മദ്യത്തിന്റെ കാര്യമാണെങ്കിലും ശരി, മാംസത്തിന്റെ കാര്യമാണെങ്കിൽ ശരി, നമുക്ക് എന്ന് വെച്ചാൽ അയാൾക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമാണെന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമുക്ക് വേണ്ടി അവരത് കോംപ്രമൈസ് ചെയ്യുകയോ മറ്റേ അതിനകത്തേക്ക് കൊണ്ടുവരികയോ ചെയ്യും. അതൊരു ഓപ്പൺ റിലേഷൻഷിപ്പിലാണ് സാധിക്കുക. ഓപ്പൺ ആയിരിക്കുക, തുറന്ന ബന്ധത്തിലായിരിക്കുക. ഓക്കെ. പിന്നെ മേക്ക് മോർ പ്രൊഡക്റ്റീവ് ടൈം. നമുക്ക് കൂടുതൽ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാക്കുക. നമ്മൾ എല്ലാവരും കൂടെ ഓരോരുത്തരും ഇപ്പോ ജീവിത വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു തൊഴിലിന് പോകുന്നു, വേറൊരു ബിസിനസ്സിന് പോകുന്നു, വേറൊരു ജോലിക്ക് പോകുന്നു. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു എന്നിരിക്കട്ടെ. ഗതികേട് കൊണ്ട് പോകുന്നെങ്കിൽ പൊക്കോ. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടുഗദർനെസ്സിൽ ഒരു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, മറ്റൊരാൾക്ക് ഒരു പ്രൊഫഷൻ ഉണ്ട്. രണ്ടുപേരും രണ്ട് വഴിക്കും പൊക്കോളൂ. പക്ഷെ രണ്ടുപേരും കൂടെ ഒരു പൊതു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതെന്തു ആയിക്കൊള്ളട്ടെ. അത് നിങ്ങളുടെ ടുഗദർനെസ്സിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോണ പരിപാടിയും നിർത്തിയിട്ട് ഈ ഒരുമിച്ചുള്ള യാത്രയിലേക്ക് നിങ്ങളെ അങ്ങ് അർപ്പിക്കും. പിന്നെ അതൊരു യാത്രയാണ്, അതൊരു ആഘോഷമാണ്. ഒരിക്കലും അതൊരു അധ്വാനമായിട്ട് തോന്നില്ല, ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടായിട്ട് തോന്നില്ല. നിങ്ങൾ വളരെ എന്താ പറയാ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും പോവുക. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തില് ഇടപെടുന്നു, ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ. ആ ചെയ്യുന്ന സമയത്ത് എന്റെ ഇണയെയും മക്കളെയും, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ മക്കൾ എന്ന് പറയുമ്പോൾ, ഇവിടെ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഗുരുകുലം എന്ന് പറയുമ്പോൾ ചിലപ്പോ പൊന്നിയുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഉണ്ടാവും, എന്റെ അച്ഛനമ്മയോ സഹോദരങ്ങൾ ഉണ്ടാവും, പ്രസാദ് ഉണ്ടാവും, ഇപ്പൊ ഇവിടെ ദർശനം പ്രസാദ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വർഗീസ് ആട്ടർ ഉണ്ടാവും ചില സമയത്ത് ഇപ്പൊ ആദ്യമ ടീച്ചർ വരെ ഇവിടെ, ആദ്യമ ടീച്ചറും പ്രേമത്തുള്ള ചേട്ടനൊക്കെ ഓരോ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോ ഇങ്ങനെ ഇവിടെ പലരും വന്ന് നിൽക്കാറുണ്ട്. നമ്മൾ എന്താ ചെയ്യാന്ന്, നമ്മൾ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഇവിടെയുള്ളവരാരോ, കുടുംബത്തിലുള്ളവരാരാണോ, നമുക്ക് ഇവരാരും ഗസ്റ്റുകളല്ലാന്ന് മനസ്സിലാക്കണേ. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ ആദ്യമ ടീച്ചറും എനിക്ക് ഗസ്റ്റ് അല്ല, എന്റെ കുടുംബാംഗമാണ്. അപ്പൊ അങ്ങനെ എന്റെ കുടുംബത്തിൽ ആരിവിടെ ഉണ്ടെങ്കിലും ഞാൻ അല്ലെങ്കിൽ പൊന്നി അവരെ ഇവിടുത്തെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അവരിതിന്റെ പാർട്ടാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. അതിന് ഏറ്റവും രസകരമായിട്ടുള്ള മാർഗം വർഗീസേട്ടൻ പറയാറുണ്ടല്ലോ, ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അത് പുറകിലെ കുറച്ച് പാത്രമൊക്കെ കഴിയാണ്ട് പോയി കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് വിടും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരിവിടെ വരുമ്പോ എന്നോടത് പറഞ്ഞല്ലോ, അപ്പൊ എന്നെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും. എന്നെ കൊണ്ടത് ചെയ്യിച്ചില്ല എന്ന് പറയുന്ന ഒരാൾ അടുത്ത പ്രാവശ്യം ഇവിടെ വരില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദീപു ഒക്കെ വന്നപ്പോ പറഞ്ഞിരുന്നു, ദീപുവിനോടും ഷിറാസിനോടും പാത്രം കഴുകാൻ പറഞ്ഞ ഒരു പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഇത് സാധാരണ രീതിയിൽ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുക, പ്ലീനത്തിന് മാത്രമാണ് നമ്മൾ പാത്രം കഴുകാൻ സമ്മതിക്കാത്തത്. നിങ്ങൾ കഴിച്ച പാത്രം പോലും നമ്മൾ കഴുകാൻ സമ്മതിക്കില്ല, കാരണം ആ സമയം പോലും ഇവിടെ വാലിഡ് ആണ്. അതുകൊണ്ട് ആ സമയത്ത് ഇതൊന്നും തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത പ്ലീനം എപ്പോഴാ പറയണേ. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീട്ടില് മക്കൾ ഉണ്ടാവുമ്പോ മക്കളെടുത്ത് ഇതൊന്ന് എടുത്ത്, അല്ലെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുക്കും എന്ന് പറഞ്ഞാൽ അവര് ഹാപ്പിയാണ്, അവരത് പോയി എടുക്കാൻ ഹാപ്പിയാണ്. പെണ്ണുമ്പിള്ളിയോട് പറഞ്ഞു നോക്കൂ, ഭർത്താവായിരിക്കുമ്പോ നിങ്ങൾ വീട്ടിലൊരു കാര്യം ചെയ്തിട്ട് അവളെ ആ മറ്റേ സ്ക്രൂ ഡ്രൈവർ എന്ന് എടുത്ത് പറയുമ്പോ, വിവാഹത്തിന്റെ തുടക്കകാലത്തൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് കൊടുക്കും. കുറച്ചുകൂടെ കഴിയുമ്പോ അത് നിങ്ങൾക്ക് എടുത്തൂടെ എന്ന് ചോദിക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് മറ്റേ അതിന് നല്ല 4 തെറി പറയും. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ എടുത്തോ എന്ന് പറയും.
ഇതല്ല. ശരിക്കും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ അത് ശരിക്കും നമ്മൾ ആ ടുഗദർനെസ്സിലേക്ക് ആയിത്തീരാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയതിൽ ഇടപെടുക. അത് ആ ഇൻവോൾവ് ചെയ്യിക്കുന്നവരും ചെയ്യപ്പെടുന്നവരും ഒക്കെ അതുപോലെ തന്നെ ആയിത്തീരുക. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിനകത്തുള്ള നിയമങ്ങൾ പാലിക്കുക. നമ്മൾ ജീവിക്കുന്ന ദേശത്തെ ആണെങ്കിലും രാഷ്ട്രത്തിന്റെ ആണെങ്കിലും പൊതുബോധത്തിന്റെ ആണെങ്കിലും പ്രകൃതിയുടെ ആണെങ്കിലും നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു നിയമം പാലിക്കാൻ അല്ലെങ്കിൽ നിയമത്തെ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഹെൽമെറ്റ് ഇടണം, നിയമമാണ്, നമ്മൾ പാലിക്കുന്നു. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നിയമം പാലിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും നിയമം പാലിക്കുന്ന ഒരാളും ഇത് എന്റെ ഇണയ്ക്ക് എന്റെ മുകളിലുള്ള വിശ്വാസം കൂട്ടുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നിയമം പാലിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ ഇണയ്ക്ക് അതറിയാമെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഞാൻ ചെയ്യുന്ന കാര്യത്തെ അയാൾ ഒരിക്കലും സംശയിക്കില്ല. കാരണം ഞാൻ നേരെ പോകുന്നു അയാൾക്കറിയാം. പിന്നെന്താ പ്രശ്നം? അയാൾക്ക് എന്നെ ഉറപ്പായിരിക്കും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അയാൾക്ക് ബോധ്യമുണ്ടായിരിക്കും. എനിക്കറിയാം എന്റെ ഭാര്യ എന്താ ചെയ്യുക എന്നുള്ളത്. അത് എന്റെ ഉറപ്പാണ്. അവളെങ്ങനെ ആയിരിക്കുന്നു. നമ്മുടെ സാധാരണ ഭർത്താക്കന്മാർ പറഞ്ഞ അവളല്ലേ, അവൾ അങ്ങനെ ചെയ്യുള്ളൂ, എനിക്കറിയാം എന്ന് പറയും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയാള് നിയമങ്ങൾ പാലിക്കുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാം. നമ്മള് അതുപോലെ തന്നെ ഇപ്പോ എന്റെ ഇണ നിയമം പാലിക്കുന്ന ആളാണ്, നിയമം പാലിക്കാൻ അയാൾ ശ്രമിക്കുന്ന ആളാണ്, എനിക്കറിയാം. ഞാനത് അത്ര ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്റെ ഇണ നിയമം പാലിക്കുന്ന ആളാകുന്നു എന്ന് അറിയുന്നത് കൊണ്ട് അയാളെ അതിൽ നിലനിർത്താൻ ഞാൻ ശ്രമിക്കുക. ഒരിക്കലും അയാൾ നിയമം പാലിക്കുന്ന നിയമത്തെ തെറ്റിക്കാൻ ഞാൻ കാരണം അവൾ അങ്ങനെ പാലിക്കുന്നു, എനിക്കത് ബാധകമല്ലെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഒരിക്കലും നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും പാലിക്കാൻ സഹായിക്കുകയും ചെയ്യുക. അവർക്ക് അതാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയാൽ നമ്മളും ആ വഴിക്ക് ആവുക. നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ അത് ഏത് ടോള് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, ഏത് കാര്യത്തിലാണ് നിയമങ്ങൾ പാലിക്കുക. അഥവാ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിഷേധിച്ചോ. മാസ്ക് ഇടുന്നത്, മുഖപ്പുകോണം കിട്ടുക എന്നുള്ളത് ഭൂലോക തരികട പരിപാടിയാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ കൂട്ടത്തിലെ പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാറില്ല. പോലീസുകാർ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ സമയത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്. നമ്മൾ എവിടെ പോകുമ്പോഴും മുഖം മറയ്ക്കാറില്ല. ബാങ്കിൽ പോകുമ്പോൾ മുഖം മറയ്ക്കേണ്ടവരെ അങ്ങ് കയറാൻ സമ്മതിക്കില്ല. ആ അവസ്ഥയിൽ അതൊന്ന് ഇട്ടിട്ട് പോകാറുണ്ട്. അതല്ലാത്തപ്പോ ഇടില്ല. അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. എന്റെ മോളാണെങ്കിൽ തൊടുക പോലും ഇല്ല സാധനം, അവളുടെ കയ്യിലുണ്ടാവും, അവള് വെക്കുക പോലും ഇല്ല. ആ നിയമം പാലിക്കാൻ നമ്മൾ പറയാറുമില്ല. കാരണം അത് നമ്മൾ ആ നിയമത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിയമം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ അത് ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ നിയമം ലംഘിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അതിന് നിയതമായ കാരണം ഉണ്ടായിരിക്കണം, കൃത്യമായ കാരണം ഉണ്ടായിരിക്കണമെങ്കിൽ ഓക്കെ. പക്ഷെ അതൊരു പൊതു തീരുമാനമായിരിക്കണം. ഓക്കെ. അപ്പോ നിയമങ്ങൾ പാലിക്കുക. ഓക്കെ. പിന്നെ മെയിൻറ്റെയിൻ പ്യൂരിറ്റി ഇൻ ലൈഫ്. ഏത് കാര്യത്തിലാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്യൂരിറ്റി ഉണ്ടാക്കുക, ഏത് കാര്യത്തിലും മറ്റേ ലൈഫിന്റെ കാര്യത്തിലും ഫംഗ്ഷന്റെ കാര്യത്തിലും മെന്റൽ പ്യൂരിറ്റി ഉണ്ടാക്കുക, കർമ്മങ്ങളിൽ ചെയ്യുന്ന കർമ്മത്തിൽ പ്യൂരിറ്റി ഉണ്ടാക്കുക. ഈ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കാപട്യം കാണിക്കേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? നമ്മളൊരു കാര്യം ഇപ്പോ ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് പറയും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ കൈക്കൂലി കൊടുത്തിട്ടാ ചെയ്യുക. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ നാടാണ്. അപ്പൊ ഞാനതിന് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കൈക്കൂലിയും ഈ കറപ്ഷൻ എന്ന് പറയുന്ന ആ അഴിമതി എന്ന് പറയുന്ന സംഭവം ഇല്ലീഗലാക്കുക. അത് ഇല്ലീഗൽ ആകുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം. ഒരുത്തിനടുത്ത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഫീസ് അവന് വേണ്ടുന്ന പോക്കറ്റ് മണി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ആ പോക്കറ്റ് മണി ലീഗലാക്കുക, ശമ്പളം നിർത്തുക. അപ്പൊ ശരിയാവും. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പ്യുവർ ഫോം നമുക്കുണ്ടായിരിക്കണം. അതിന് ശുദ്ധത പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആ ശുദ്ധത പാലിക്കുമ്പോൾ, നമ്മൾ വെളിയിൽ ആ ശുദ്ധത പാലിക്കുമ്പോൾ നമ്മളിൽ ശുദ്ധത ഉണ്ടാവും. നമ്മുടെ ഇണത്തത്തിൽ ഇണകളായിരിക്കുന്ന കാര്യത്തിൽ ദാമ്പത്യത്തിൽ ശുദ്ധി ഉണ്ടാവും. ആ ശുദ്ധി എന്നുള്ളത് പരസ്പരം ചേർന്ന് നിൽക്കാൻ, പരസ്പരം കൈകോർത്ത് നിൽക്കാൻ, പരസ്പരം ചേർത്ത് നിർത്താൻ കാരണമാണ്. നമ്മളൊരു വാക്ക് തെറ്റിച്ചാൽ, ഇപ്പൊ പല ഭർത്താക്കന്മാരും അങ്ങനെയാണ്, ഭാര്യമാരെ കൃത്യമായിട്ട് മറ്റേ കാര്യങ്ങൾ, അത് ഭാര്യമാരുടെ കയ്യിലുണ്ട് കേട്ടോ കുഴപ്പം. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചില ആളുകളുടെ കാര്യം തന്നെ എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല ചേട്ടാ എന്നൊക്കെ പറയുന്ന ആളുകൾ വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പോ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ഇവിടെ വന്നിരിക്കുന്നവരുടെ കാര്യം പറയുന്നേ, നമുക്കങ്ങനെ മുഴുവൻ തുറന്നു പറയാൻ പറ്റില്ല. ചിലർക്ക് അങ്ങനെ വരാറുണ്ട്.
അപ്പൊ എന്താ വെച്ചാൽ അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറച്ചുവെക്കലാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ചിലത് കേട്ട ഒരു കാര്യം കൊണ്ട് പൊട്ടിത്തെറിക്കും. കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്പം ഡിപ്ലോമസി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എങ്കിലും നമ്മൾ പ്യുവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇണക്കി നമ്മളെ വിശ്വാസമായിരിക്കും. അതിനകത്ത് ഒരു കറപ്ഷൻ വരുത്താതെ സൂക്ഷിക്കുക. എപ്പോഴും പ്യൂരിറ്റി ഇൻ ലൈഫ് സൂക്ഷിക്കുക. ഓക്കെ, ഇതിനെല്ലാം വേണ്ടി ഒളിമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന തിരിച്ചറിവ്, ഈ മൂല്യബോധം പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികൾ, അതിന് വേണ്ടുന്ന ശാരീരിക അവസ്ഥ എന്താണെന്നുള്ളത്, അതിന് നിങ്ങൾക്ക് ഇതെല്ലാം പാലിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പലതരം ക്രൈസിസ് ജംഗ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ക്രൈസിസ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഹീലിംഗ് ക്രൈസിസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതൊക്കെ സംശയങ്ങൾ ഒരുപാട് വരും. നമ്മൾ കഴിഞ്ഞ ഒരു 10-28 കൊല്ലമായിട്ട് 10-28 കൊല്ലമായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ കാര്യമല്ല, ഒരുപാട് കുടുംബങ്ങളുടെ കാര്യമാണ് ഗുരുകുലത്തിനകത്ത്, കമ്മ്യൂണിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്നത്. അത് ഈ കൗൺസിലിംഗ് പോലെ വന്ന് നമ്മൾ ഒരാൾ വരുന്നു, വന്നിട്ട് അയാൾക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കുന്നു, അയാൾ പോകുന്നു എന്നുള്ള രീതിയിലല്ല. ഇവിടെ തന്നെയാണ് ആളുകൾ ഉണ്ടാവുക. ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മൾ ആ കാര്യത്തെ അനുഭവിക്കുകയാണ്. ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു 3D ഫോമിൽ നമുക്ക് അതിനെ അറിയാം. അപ്പൊ ഈ ഒരു പാത്ത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, എപ്പോഴും നവഗോത്ര ഗുരുകുലത്തിന്റെ എന്താ പറയാ വാതില് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കും. അപ്പോ മനസ്സിലാക്കുക, ഹരിതമാവുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമങ്ങളെ പാലിക്കാൻ പക്വമാവുക, അതിനുള്ള മിനിമം ബോധങ്ങൾ ഉണ്ടാവുക, മിനിമം പക്വത ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാണ്ട് വീട് നിറച്ചും കുറെ ചെടി വെക്കുന്നത് കൊണ്ട് നമ്മൾ ഗ്രീൻ ആവില്ല. മനസ്സിലാണ് ഈ ഹരിതാഭ ഉണ്ടാവേണ്ടത്. ഓക്കെ, ശുദ്ധി ഉണ്ടാകേണ്ടത്, അത് അവിടെ ഉണ്ടാകട്ടെ. നിനക്ക് ഞാനുണ്ട്, നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ പേരാണ്, അറിയാതിരിക്കുക അല്ലെ, നിനക്ക് ഞാനുണ്ട് എന്നുള്ളത്. നമ്മളെ ഒരുപാട് പേരെ നമ്മളിലേക്ക് എത്തിച്ച ഒരു സ്ലോഗനാണ് നിനക്ക് ഞാനുണ്ട്. എനിക്ക് നിന്നെ വേണം എന്ന് പറയാം ഇവിടെ. കാരണം ഒളിമ്പസ് ഉണ്ടാവണമെങ്കിൽ, ഇക്കോ വില്ലേജ് ഉണ്ടാവണമെങ്കിൽ, സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊക്കെ കൂടിയാലേ നടക്കുള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതങ്ങനെയല്ല സംഭവിക്കുക എന്നുള്ളത്. എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. ഞാൻ ഉണ്ടാവും. വെൽക്കം ടു ഒളിമ്പസ്. നാളെ മുതൽ കോഴ്സിലേക്ക് കടക്കുക, അനുഭവങ്ങളിലൂടെ പോകുക. ഇതുവരെ കേട്ടറിവ് മാത്രം, ഇതിന് പ്രാക്ടീസ് ചെയ്യണം. ഒരു ചോദ്യം കിട്ടുമ്പോൾ ആ ചോദ്യം രാവിലെ എഴുതി വെക്കുക. വൈകുന്നേരം വരെ ചോദ്യത്തിന് ഉത്തരം എഴുതരുത്, പക്ഷെ ഉത്തരം എഴുതണം എന്നുള്ള ബോധം പകൽ മുഴുവൻ സൂക്ഷിക്കുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വൈകുന്നേരം എഴുതേണ്ടതാണെന്നുള്ള ബോധം പകൽ സൂക്ഷിക്കുക. വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ ഉത്തരം ഇരുന്ന് എഴുതുക. ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഘടനയിലൊക്കെ മാറ്റം വരും. ഈ ചോദ്യം എന്നുള്ള സാധനം നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ളൊരവസ്ഥ വരും. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഇവിടെ അത് അനുഭവിച്ചവരാണ് പിന്നെ ഈ ഇരിക്കുന്നതിൽ ഒരുപാട് പേര്. അതൊക്കെ കൂടെ അങ്ങ് വന്നോളും. ഓക്കെ, അപ്പൊ അത് അനുഭവിച്ച് മനസ്സിലാക്കുക. ടാസ്കുകൾ ഏൽപ്പിക്കുന്നത് ചെയ്യുക. ഫോണിൽ ഒരു കിളി കരയുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞ് ബീപ്പോ എന്തെങ്കിലും ഫോണിൽ അലാമായിട്ട് എല്ലാ മണിക്കൂറും സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, ആപ്പുകളൊക്കെ ഉണ്ട്. അതിന്റെ പുറകെ പോകണ്ട. പകരം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ആ ഓരോ അലാം കേൾക്കുമ്പോഴും നിങ്ങളുടെ അഫർമേഷൻ, അതാത് ദിവസത്തെ അഫർമേഷൻ ചെയ്യുക. അഫർമേഷൻ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യലാണ് ഇപ്പൊ ചെയ്യുന്നത്. അഫർമേഷനിൽ ഉറച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ വഴിമാറ്റാനുള്ള അഫർമേഷൻ അല്ലത്. ഈ അഫർമേഷനുകളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണിത്. ആ അഫർമേഷൻ ഓരോ മണിക്കൂർ കേൾക്കുമ്പോഴും ഒരു 3 പ്രാവശ്യം അല്ല 6 പ്രാവശ്യം മുതൽ 21 പ്രാവശ്യം വരെ ചൊല്ലുക. പിന്നെ നിങ്ങൾ ആക്റ്റീവ് ആണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഒരു 6 പ്രാവശ്യം അത് ഉടനെ തന്നെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചിട്ട് നിർത്തുക. രാവിലെ ഈ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ തന്നെ ഓഡിയോ ഓരോ ദിവസം കിട്ടും. ആ ഓഡിയോ 1 മണിക്കൂർ ഉണ്ടാവില്ല കേട്ടോ, 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് പരമാവധി 15 മിനിറ്റ് അതേ ഉള്ളൂ. അത് കേൾക്കുക. കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ തോന്നുന്നവർക്ക് എഴുതി വെക്കാം. ഇനി കേൾക്കാൻ സമയമില്ലെങ്കിൽ കേട്ടില്ലെങ്കിലും ചത്തുപോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് ഒഴിവാക്കിയാൽ ഞങ്ങളൊന്നും പറയില്ല. മറ്റു പ്രാക്ടീസുകൾ നിർത്തരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓരോ ബിഹേവിയേഴ്സ് ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടതെന്ന്, പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര തിരക്കുള്ള ഒരു ജോലിയിലൂടെ പോകണമെങ്കിൽ, ഇപ്പോ ഫാത്തിമ ടീച്ചറൊക്കെ ആണെങ്കിൽ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്. അപ്പൊ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഒരുപാട് ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒരു തല പറിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഓരോ നിമിഷവും ഓർത്തിരിക്കുക.
അങ്ങനെ 21 ദിവസം പോകുമ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായി തീരുമെന്ന്. ഓക്കെ, അനുഭവിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും അനുഭവങ്ങളുടെ ആ പാരാവാരത്തിലേക്ക് സ്വാഗതം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.